ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ നിന്നും പിന്മാറിയേക്കുമെന്ന സൂചന കൂടി വരുന്നുണ്ട്. കാരണം കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ എത്താതിരിക്കാൻ ശ്രമിക്കുകയാണോ? എത്തിയാൽ മറ്റു പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ നാവുപിഴ ഉണ്ടാകുമോ എന്ന് ഭയക്കുക. ബോബിക്ക് അഭിഭാഷകർ നൽകുന്ന ഉപദേശം എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് തൃശ്ശൂരിൽ ഇനി ഉണ്ടാകുന്ന നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തൃശ്ശൂരിൽ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ 12:13 സമയം ഇതുവരെയും മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല. എവിടെ ബോബി ചെമ്മണ്ണൂർ? ആ ചോദ്യം കൂടി നമുക്ക് മുന്നിൽ വരികയാണ്. ഒരുപക്ഷെ കോടതി പരാമർശങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കുകയായിരിക്കും ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. കോടതിയിൽ നിന്നാവട്ടെ വീണ്ടും രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ ആ നീക്കം പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ബോബി ചെമ്മണ്ണൂർ ഇതുവരെയും തൃശൂർ പ്രസ് ക്ലബിൽ എത്തിച്ചേർന്നിട്ടില്ല. തൃശൂർ പ്രസ് ക്ലബിലേക്ക് ബോബി ചെമ്മണ്ണൂർ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. 12 മണിക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ ഇതുവരെയും തൃശൂർ പ്രസ് ക്ലബിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ബോബി ചെമ്മണ്ണൂർ പിന്മാറുകയാണോ വാർത്താ സമ്മേളനത്തിൽ നിന്ന് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുകയാണ്. എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാതിരിക്കുന്നത്? നേരത്തെ അറിയിപ്പ് നൽകിയിട്ടും പിന്മാറിയതിന് കാരണം എന്താണ്? ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും അനുസരിക്കുകയാണോ? ഹൈക്കോടതിയുടെ നീക്കങ്ങളിൽ ഭയപ്പെട്ടാണോ ബോബി ചെമ്മണ്ണൂർ പിന്മാറുന്നത്? നിരവധി ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ ബോബി ചെമ്മണ്ണൂർ എന്തു പറയുമെന്നത് കാണട്ടെ എന്ന കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകളും നീക്കങ്ങളും ഒക്കെ കോടതിയുടെ നിരീക്ഷണത്തിൽ കൂടിയാണ്. അതുകൊണ്ട് മാധ്യമ വാർത്തകൾ കൂടി കോടതി പരിഗണിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ബോബിക്ക് മുന്നിൽ വെല്ലുവിളിയുണ്ട്. അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ടാവണം, അഭിഭാഷകരുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടുകൂടിയാവണം അദ്ദേഹം പിന്മാറുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ തൃശൂർ പ്രസ് ക്ലബിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അത് സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന സൂചനകൾ കൂടി വരുന്നു. വാർത്താ സമ്മേളനം 4 മണിയിലേക്ക് മാറ്റിയെന്ന അറിയിപ്പ് കൂടി വരുന്നു. 1:45 വീണ്ടും കേസ് കോടതി പരിഗണിക്കുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കാണാം. ഇതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നിലപാട്. കിരൺ ബാബു ചേരുന്നു. കിരൺ, കോടതി 2ാം വട്ടവും കടുത്ത പരാമർശങ്ങൾ നടത്തുന്നു. ബോബി മാധ്യമങ്ങളെ ഇപ്പോൾ കാണുന്നില്ല. അതെ, അത് തന്നെയാണ് ഏറ്റവും പുതിയ തീരുമാനം വന്നിരിക്കുന്നു. ബോബി മാധ്യമങ്ങളെ ഇപ്പോൾ 4 മണിക്ക് വാർത്താ സമ്മേളനം നടത്താമെന്നാണ് ഇപ്പോൾ പ്രസ് ക്ലബിന് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്നായിരുന്നു. അതേസമയം തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന് മറുപടി നൽകാൻ കോടതി അവസാന സമയം നൽകിയിരുന്നത്. കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ടാണോ പിന്നീട് വാർത്താ സമ്മേളനം നടത്താൻ കഴിയുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിലും ഉയർന്നു കാണും. കോടതി അതിശക്തമായ ശാസന സ്വരത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകിയത്. ഈ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം ബോബി ചെമ്മണ്ണൂർ പരിഹരിക്കാനാണെങ്കിൽ പിന്നെ കോടതി സംവിധാനങ്ങൾ വേണ്ടല്ലോ, കോടതിയോടാണ് കളിക്കുന്നത് എന്നത് ബോബി ചെമ്മണ്ണൂർ ഓർമ്മ വേണം എന്ന് കോടതി കൃത്യമായി തന്നെ ഓർമ്മിപ്പിച്ചു. അതിനുശേഷമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ എന്ത് പറയുന്നു എന്നത് സ്വാഭാവികമായും ഏറ്റവും പ്രധാനമാണ്. ഫൈനൽ തീരുമാനം കോടതി പറയുന്നതിന് 1:45 കോടതി പറയുന്നതിന് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്തു പറയും എന്നത് ഈ തീരുമാനത്തെ പോലും സ്വാധീനിക്കാൻ ഇടയുള്ള ഒന്നായിരുന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അത് 4 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി കോടതിയുടെ ഭാഗത്ത് നിന്ന് 4 മണിയിലേക്ക് വാർത്താ സമ്മേളനം മാറ്റുമ്പോൾ ഈ 1:45 തീരുമാനം ഇനി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ മാറ്റാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും കോടതിയുടെ തീരുമാനം വന്ന ശേഷം മാത്രമേ മാധ്യമങ്ങളെ കാണാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറാവുന്നുള്ളൂ. ഇതുവരെയും വളരെ ധൈര്യപൂർവ്വം താൻ മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം പറഞ്ഞുകൊള്ളാം, തനിക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള ധൈര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ മുതൽ കാണുന്ന കാഴ്ച ഒന്നൊന്നായി തകർന്നു വീഴുന്ന കാഴ്ചയാണ്. ആദ്യം ജയിലിൽ നിന്നിറങ്ങാതെ ഇന്ന് രാവിലെ നാടകം കളിക്കാൻ നിന്നു. കോടതി വിരട്ടിയപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഒന്നാമത്തെ പ്രതികരണം വന്നപ്പോൾ തന്നെ സഹായി മുന്നറിയിപ്പ് നൽകി. അതോടുകൂടി പ്രതികരണം നിർത്തി. അതിനുശേഷം കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും മുന്നറിയിപ്പ് ഉണ്ടായപ്പോൾ 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും, തനിക്ക് പറയാനുള്ളതെല്ലാം പരസ്യമായി പറയുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വീണ്ടും വാർത്താ സമ്മേളനം മാറ്റുന്നോ ഇല്ലയോ എന്നുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നു. കോടതി 1:45 തീരുമാനം എന്ന് പറയുമ്പോൾ 4 മണിക്ക് താൻ വാർത്താ സമ്മേളനം നടത്തി പറയുമെന്ന് പറയുന്നു. ഇനി ഈ വാർത്താ സമ്മേളനത്തിൽ എന്തു പറഞ്ഞാലും ഇല്ലെങ്കിലും അതിനു മുമ്പ് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടാവാൻ തന്നെയാണ് നിലവിൽ കൂടുതൽ സാധ്യതയുള്ളത്. ജാമ്യം നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ള ചില അത് കോടതി പരാമർശങ്ങൾ ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യത്തിൽ ഉണ്ടാവുന്നതാകാം. പക്ഷേ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ കൂടുതൽ കടുപ്പിക്കാനല്ലാതെ ഏതെങ്കിലും തരത്തിൽ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് വാർത്താ സമ്മേളനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് സ്വാഭാവികമായി
ആ വാക്കുകൾ ഈ വിധിയെ കൂടി സ്വാധീനിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ ആവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് മറിച്ചൊരു വിധി ഉണ്ടാകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ വ്യവസ്ഥകൾ കോടതി മുന്നോട്ട് വെക്കുമോ എന്നുള്ള ഭയം ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിന്റെ കൂടിയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണും, പറഞ്ഞാലും കാണും എന്ന് പറഞ്ഞിരുന്ന ഒരാൾ തൃശൂർ പ്രസ് ക്ലബിൽ ഇങ്ങോട്ട് വിളിച്ച് വാർത്താ സമ്മേളനത്തിന് സമയം ബുക്ക് ചെയ്ത് എന്ന അറിയിപ്പ് കൂടി വരികയാണ്.